ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പ്രിയങ്ക അന്നേ ദിവസം നിങ്ങൾക്ക് രണ്ടുപേർക്കും പണം തന്നിരുന്നു. എന്തിനായിരുന്നു പണം തന്നത്? അത് ഹീറോയിനെ അപകടപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. പിന്നെ ചതിക്കുമായിരുന്നല്ലേ? ആ വീഡിയോ ആര് ഷൂട്ട് ചെയ്തതാണെന്ന് ഗൗതമിനെ പോലും അറിയില്ല. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതൊക്കെ ക്യാമറ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം? പ്രിയങ്ക, നിനക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവാൻ പോകുന്നത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല അഡ്വക്കേറ്റാ. കാര്യങ്ങളെല്ലാം അദ്ദേഹം നോക്കിക്കോളും. കോടതിയില് നീ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങള് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ അത്? കോടതിയില് ആരുടെ പേര് നീ പറയാൻ പാടില്ല. നിന്റെ പേരിൽ ആരോപിക്കുന്ന കുറ്റങ്ങൾ നീ നിഷേധിക്കണം. പിന്നെ എത്രയൊക്കെ അവര് വാദിച്ചാലും നിനക്കൊന്നും അറിയില്ല എന്ന് മാത്രമാണ് പറയേണ്ടത്. പണം കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാ അവര് പരിചയക്കാരാണ്, അവര് സഹായം ചോദിച്ചിട്ട് കൊടുത്തതാണെന്ന് മാത്രം പറഞ്ഞാ മതി. ഏട്ടത്തി, എനിക്ക് പേടിയാവുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ കോടതിയിൽ നിന്ന് രക്ഷപ്പെടുവോ? പ്രിയങ്ക, കേസ് കോടതിയിലെത്തിയാൽ അഡ്വക്കേറ്റ് പറയുന്നത് മാത്രം നമ്മൾ ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിനക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഇന്നലെ ചെറിയച്ഛൻ വിളിച്ചിരുന്നു. എത്ര പണം വേണമെങ്കിലും നിനക്ക് വേണ്ടി ചെലവാക്കിക്കൊള്ളാന്നാ പറഞ്ഞിരിക്കുന്നത്. പോലീസുകാര് വളരെ മോശമായിട്ട് എന്നോട് പെരുമാറിയത്. അച്ഛൻ എന്നെ ശപിച്ചുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയും പോയി. പക്ഷേ കണിമംഗലത്ത് നിനക്കൊരു ചീത്തപ്പേരം വരാതിരിക്കുന്നതിന് വേണ്ടി ഞാനും ഗൗതവും പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെയായിരിക്കും. നാളെ നിനക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. തിരിച്ച് നിനക്ക് കണിമംഗലത്തേക്ക് വരികയും ചെയ്യും. അതിന് വരണോ അച്ഛനൊക്കെ സമ്മതിക്കോ? സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ സമ്മതിപ്പിക്കും. ദേ, നീ സമാധാനായിട്ടിരിക്കെ. നീ ഒന്ന് വിശ്വസിക്കേ. ആ മതി മതി. ആ, ഇപ്പൊ ഇറങ്ങാം സർ. ഗൗതം, ഞാൻ പറഞ്ഞതൊക്കെ അവൾക്ക് വിശ്വാസമായിട്ടുണ്ട്. കോടതിയിൽ അവളെ രക്ഷിക്കാൻ ഏറ്റവും മികച്ച അഡ്വക്കേറ്റ് തന്നെ വരുമെന്ന പ്രതീക്ഷയിലാ അവള്. അവളുടെ വിധി നിശ്ചയിക്കപ്പെട്ട കാര്യം അവൾക്ക് അറിയില്ലല്ലോ. ആ ശരി, ഞാൻ പെട്ടെന്ന് വരാം. CC നമ്പർ 234, ആറ്റുവാശ്ശേരി ദേവനാരായണൻ മകൾ പ്രിയങ്ക. പ്രിയങ്ക പ്രിയങ്ക പാറപ്പുറത്ത് ആന്റണി മകൻ ക്രിസ്റ്റി. വെള്ളാനിക്കൽ സഹദേവൻ മകൻ പ്രതാപൻ. യുവർ ഓണർ, സിനിമാ ലൊക്കേഷനിലുണ്ടായ അപകടം വളരെ ആസൂത്രിതമായ ഒന്നാണ്. തനിക്ക് പകരം തന്റെ സഹോദരി സിനിമയിൽ അഭിനയിക്കുന്നതിനുള്ള പക തീർക്കുന്നതിന് വേണ്ടി ലൊക്കേഷനിലെ തൊഴിലാളികളായിരുന്ന പ്രതാപനെയും ക്രിസ്റ്റിയെയും പണം കൊടുത്ത് സ്വാധീനിച്ച് ഈ നിൽക്കുന്ന പ്രിയങ്ക കൃത്യം ചെയ്യിക്കുകയായിരുന്നു. പ്രിയങ്ക പ്രതികൾക്ക് പണം കൊടുക്കുന്നതിന്റെ
കൃത്യമായ വീഡിയോ ദൃശ്യം കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പ്രിയങ്ക അന്നേ ദിവസം നിങ്ങൾക്ക് രണ്ടുപേർക്കും പണം തന്നിരുന്നോ? തന്നിരുന്നു. എന്തിനായിരുന്നു പണം തന്നത്? അത് ഹീറോയിനെ അപകടപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. യുവർ ഓണർ, ഇവരുടെ മൊഴിയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. രാധിക എന്ന പെൺകുട്ടിയെ കൊല്ലുക എന്ന ഉദ്ദേശം തന്നെയായിരുന്നു ഈ പ്രിയങ്കയ്ക്ക്. അല്ല, ഞാൻ ഇവർക്ക് പണം കൊടുത്ത അതിനല്ല. ഇവരെ എനിക്ക് പരിചയമുണ്ട്. ഇവരെന്നോട് സാമ്പത്തിക സഹായം ചോദിക്കുമായിരുന്നു. മൈലോഡ്, സാമ്പത്തിക സഹായം എന്ന പുതിയൊരു കഥയുണ്ടാക്കി തന്റെ കുറ്റം മറച്ചു പിടിക്കാനാണ് പ്രിയങ്ക ശ്രമിക്കുന്നത്. അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതും കുറ്റവാളികൾക്ക് അത് സഹായമാകുന്നതുമാണ്. അതുകൊണ്ട് പ്രിയങ്കയ്ക്ക് ജാമ്യം അനുവദിക്കാതെ റിമാൻഡ് ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രതിക്ക് വേണ്ടി വാദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് സർ. അത് അഡ്വക്കേറ്റ് ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവരെവിടെങ്ങും കാണുന്നില്ല. ചിലപ്പോ അവര് സമയത്തിനെത്താത്തതാവും. കോടതി സമയം അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റില്ല. ഈ കേസിലെ ഗൂഢാലോചനയും ആസൂത്രണവും കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേസിന്റെ വിശദമായ അന്വേഷണത്തിലേക്കും തുടർ നടപടികൾക്കുമായി പ്രതി പ്രിയങ്കയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയക്കുന്നു. താങ്ക് യു, യുവർ ഓണർ. കൂട്ടിക്കൊണ്ടു പോകാം.